ഡിസപ്പിയർ ആൻഡ് ട്രാൻസ്ഫർ യുവർ സെൽഫ്. നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ കഴിവിനെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ തിരിച്ചറിയാൻ ഡിസപ്പിയർ ആൻഡ് ട്രാൻസ്ഫർ ആൻഡ് ദെൻ റീഅപ്പിയർ. എന്താണിതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ എത്ര കൂടുതൽ മറ്റൊരാളുമായി നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു, നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, നമ്മുടെ കാര്യങ്ങൾ എത്ര നന്നായി മറ്റൊരാൾക്ക് അറിയാം, അതിനനുസരിച്ച് നമ്മളെ ആൾക്കാർ താഴോട്ടേക്ക് വലിക്കുന്നതിൻ്റെ ശക്തിയും കൂടിക്കൊണ്ടിരിക്കും. ഇതൊരു സോഷ്യോളജിക്കൽ ഫിനോമിനയാണ്. എന്നാൽ നമ്മൾ പെട്ടെന്ന് ഡിസപ്പിയർ ആവുന്നു. നമ്മൾ നമ്മുടെ ഷാഡോയ്ക്ക് മുന്നിൽ, നമുക്ക് മുന്നിൽ തന്നെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. മറ്റാരും നമ്മളെക്കുറിച്ച് ഒന്നും അറിയുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എങ്ങോട്ട് പോകുന്നു, നമ്മളിപ്പോൾ ഏത് സ്ഥാനത്ത് നിൽക്കുന്നു, ഇതൊന്നും ആർക്കും അറിയില്ല. ആൻഡ് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് ബൈ യുവർ സെൽഫ്. നിങ്ങളുടെ പ്ലാൻ എന്താണ്, നിങ്ങളുടെ ഗോൾസ് എന്താണ്, നിങ്ങളിപ്പോൾ എവിടെ നിൽക്കുന്നുവെന്ന് ആരോടും ഷെയർ ചെയ്യുന്നില്ല. ഇതാണ് ഡിസപ്പിയറിങ് എന്ന് പറയുന്നത്. ആർക്കും നിങ്ങൾ അവൈലബിൾ അല്ല, നിങ്ങളുടെ കാര്യങ്ങൾ അറിയില്ല. പക്ഷേ ഈ സമയങ്ങളെല്ലാം മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്ന സമയവും ബാക്കി എല്ലാ സമയങ്ങളും നിങ്ങൾ എന്തിനു വേണ്ടി മാറ്റിവെക്കുന്നു? നിങ്ങൾ നിങ്ങളോടുള്ള കമ്മിറ്റ്മെൻറ്റ്സിന് വേണ്ടി മാറ്റിവെക്കുന്നു. ആൻഡ് നിങ്ങളെ അവർ തിരിച്ചറിയുന്നത് ഒരു പുതിയ വേർഷനിലായിരിക്കും ഇനി. പക്ഷേ ആ വേർഷനിൽ നിങ്ങൾ എത്തുന്നത് വരെ, പുതിയൊരു നിങ്ങളായി മാറുന്നത് വരെ നിങ്ങളെക്കുറിച്ചുള്ള യാതൊരു അറിവും മറ്റൊരാൾക്കും കിട്ടുന്നില്ല. എത്ര മനോഹരമായ കാര്യം, ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തരുന്ന ഒരു കാര്യമാണല്ലേ? കാരണം എന്താ, നമ്മൾ ആരും അറിയാതെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് നമ്മുടെ ആ വലിയ തിരിച്ചുവരവ് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കും. അപ്പം നമുക്ക് വർക്ക് ചെയ്യാനുള്ള ആ ഒരു ത്വര കൂടിക്കൊണ്ടേയിരിക്കും. നമ്മൾ ആരും അറിയാതെ വീണ്ടും വീണ്ടും ഓരോ സെക്കൻഡും നമ്മളെ തന്നെ ഉയർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. കാരണം നമ്മുടെ ആ തിരിച്ചുവരവ് എല്ലാവരെയും 100% ഞെട്ടിച്ചിരിക്കണം. ഇതിൻ്റെ മറ്റൊരു നല്ല വശം എന്ന് വെച്ചാൽ, നമ്മൾ പാതി വഴിയിൽ വെച്ച് ചിലപ്പോൾ ഒന്ന് ഡൗൺ ആയിന്ന് വരും, നമുക്ക് ചില പ്രശ്നങ്ങൾ വരും. എന്തൊക്കെ വന്നാലും നിങ്ങൾ ആരെയും ഒന്നും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളിതൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. എല്ലാം സഫർ ചെയ്യുന്നത് നിങ്ങളാണ്, എല്ലാം നേരിടുന്നത് നിങ്ങളാണ്, എല്ലാം തട്ടി മാറ്റി മുന്നേറുന്നതും നിങ്ങളാണ്. ഇത്രയും നല്ലൊരു ഓപ്ഷൻ ഈ ലോകത്ത് വേറെ എന്തുണ്ട് നന്നാവാൻ, പുതിയൊരു മനുഷ്യനാവാൻ? ഇനി ഈ ഒരു പ്രൊസീജിയർ ഡിസപ്പിയർ, ട്രാൻസ്ഫോം ആൻഡ് റീഅപ്പിയർ, ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം, ഇത് ചെയ്യേണ്ട കറക്റ്റ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിനെ 3 കീ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഹൗ ടു ഡിസപ്പിയർ, എങ്ങനെ അപ്രത്യക്ഷപ്പെടാം. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് വാട്ട് ടു ഡു ഇൻ ദ ഷാഡോസ്, നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ, നിങ്ങളിൽ നിങ്ങൾ മാത്രമായി ഇരിക്കുമ്പോൾ, നിങ്ങളുടെ പ്ലാൻസ് ആരും അറിയാത്ത ആ സമയത്ത്, നിങ്ങളുടെ വർക്കിംഗ് പീരീഡിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തിരിക്കണം. ആൻഡ് തേർഡ് വൺ ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ക്രൂഷ്യൽ സ്റ്റെപ്പാണ് ഹൗ ടു റീഅപ്പിയർ. നമ്മൾ അപ്രത്യക്ഷമായി പോയ ഈ ലോകത്ത് നിന്ന്, നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് എങ്ങനെ തിരിച്ച് റീഅപ്പിയർ ചെയ്യാം, തിരിച്ച് പ്രത്യക്ഷപ്പെടാമെന്നുള്ളത്. ആദ്യം തന്നെ നമുക്ക് എങ്ങനെ ഡിസപ്പിയർ ചെയ്യാൻ നോക്കാം. ഡിസപ്പിയർ ചെയ്യാൻ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഷട്ട് യുവർ മൗത്ത്. സാധാരണയുള്ള ഒരു ഹ്യൂമൻ ടെൻഡൻസിയാണ് നമ്മുടെ ഉള്ളിലുള്ള പ്ലാൻസ്, നമ്മുടെ ഉള്ളിൽ ചിന്തിച്ച് കൂട്ടുന്ന കാര്യങ്ങൾ എല്ലാം നമ്മൾ മറ്റാരോടെങ്കിലും ഷെയർ ചെയ്യും. കാരണം എന്താ, ഈ പ്ലാൻസ് നമ്മുടെ സക്സസ്സിലേക്ക് എത്താനുള്ള, നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ പ്ലാൻസും മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ്, അവർക്കൊരു ഹാപ്പിനെസ്. അവർക്കുള്ള ഹാപ്പിനെസ് എന്താ, ആത്മാർത്ഥമായിട്ടുള്ള ഹാപ്പിനെസ് ആണ്. അങ്ങനെയൊന്നുമില്ല, വെറുതെ കേൾക്കുമ്പോൾ ഒരു ഹാപ്പിനെസ്, പിന്നെ അതിനെ എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കി നിങ്ങളെ ഒന്ന് താഴ്ത്തിക്കെട്ടാൻ നോക്കിയാൽ അതും നിങ്ങളെ നെഗറ്റീവായി എഫക്റ്റ് ചെയ്യും. ഇതൊന്നും ചെയ്യാൻ പാടില്ല. പരമാവധി വായ അടച്ചിരിക്കുക. ഇത് ആദ്യമൊക്കെ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരിക. നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ മാക്സിമം കുറച്ച് വരിക. ആൻഡ് അറ്റ് ലാസ്റ്റ് ഇത് നമ്മുടെ ഒരു ഹാബിറ്റായി മാറും. നമ്മൾ സീക്രട്ടായി വെക്കേണ്ട കാര്യങ്ങൾ സീക്രട്ടായി വെക്കാൻ പഠിക്കും. നമ്മുടെ ലൈഫിൻ്റെ പ്ലാനിങ്സ് മറ്റ് ആരെയും അറിയിക്കാതിരിക്കാൻ നിങ്ങൾ പഠിച്ചിരിക്കും. ഇത് നമ്മുടെ ഫാമിലിനോടോ, ഫ്രണ്ട്സിനോടോ, നെയ്ബേഴ്സിനോടോ, ഒരു മനുഷ്യനോടും പറയേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങളിൽ മാത്രം, നിങ്ങൾക്ക് വേണ്ടി ഒതുങ്ങിക്കൂടേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഓൺലി കെയർ വാട്ട് യു തിങ്ക്. നിങ്ങളെപ്പറ്റി എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് മാത്രം മനസ്സിൽ വയ്ക്കുക. മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു, അവരെന്ത് ചിന്തിക്കും എന്നുള്ള കാര്യം നമ്മുടെ മൈൻഡിലേക്ക് വെക്കാൻ പാടില്ല. നമ്മൾ ഡിസപ്പിയർ ചെയ്യണമെങ്കിൽ നമ്മുടെ മൈൻഡിനെ തന്നെ റീപ്രോഗ്രാം ചെയ്തെടുക്കണം. അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ളത് കംപ്ലീറ്റ്ലി മാറ്റിയെടുക്കുക.
ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ വിചാരിക്കുന്നത് അതേഴ്സ് നമ്മളെപ്പറ്റി കെയർ ചെയ്യുന്നുണ്ട്, അവർ നമ്മളെ കാര്യങ്ങൾ ഒരുപാട് നോക്കുന്നുണ്ട്, നമ്മളെ കാര്യങ്ങൾ ഭയങ്കര കെയറിങ് ആണ് അവർക്ക് നമ്മളോട് എന്നുള്ള ഒരു ചിന്ത. പക്ഷെ നമ്മളെ മനസ്സിലാക്കേണ്ട ഒരു സത്യം, അതേഴ്സ് ഡോണ്ട് കെയർ അബൌട്ട് യു. മറ്റുള്ളവർ നിങ്ങളെ കാര്യങ്ങൾ കെയർ ചെയ്യുന്നില്ല, അവർക്ക് അവരുടെ കാര്യങ്ങളാണ് ഏറ്റവും വലിയുള്ളത്. നിങ്ങൾക്കത് ഭയങ്കര കാര്യമായിട്ടും അവർ നിങ്ങളെ കെയർ ചെയ്യുന്നതായിട്ടും തോന്നാൻ കാരണം നിങ്ങൾ അതിനത്രയും വാല്യൂ കൊടുക്കുന്നത് കൊണ്ടാണ്. ആൻഡ് അത് നിങ്ങളുടെ കാര്യമായതുകൊണ്ടാണ്, നിങ്ങളുടെ പ്രശ്നമായതുകൊണ്ടാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നിങ്ങളോട് ഒരു പ്രോബ്ലം പറയുന്നു, അല്ലെങ്കിൽ ആളുടെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറയുന്നു, ഒരു ലൈഫിലെ പ്ലാൻ പറയുന്നു. അവരുടെ മുന്നിൽ നമ്മൾ ഭയങ്കരമായിട്ട് ചിന്തിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഒരുപാട് അഡ്വൈസസ് കൊടുക്കുകയും ഒരുപാട് കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യും. പക്ഷേ അവരങ്ങ് മാറിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അവരെ ആ പ്ലാനിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? ഇല്ല. നമുക്ക് ചിന്തിക്കാൻ നമ്മുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അതേഴ്സ് ഡോണ്ട് കെയർ അബൌട്ട് യു. ആ സത്യം മനസ്സിലാക്കി മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് ഇഗ്നോർ ചെയ്യുക. ഇവിടെ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കേണ്ട കാര്യം പോലും ഇല്ല. കാര്യം നമ്മുടെ കാര്യങ്ങളൊന്നും നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. ആൻഡ് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ്. ഓരോ ദിവസം കഴിയുന്തോറും ഇന്നത്തെ ഞാൻ എന്ന വ്യക്തി പ്രൊഡക്റ്റീവായിരുന്നു, ഞാൻ തീരുമാനിച്ച കാര്യങ്ങൾ ഞാൻ ചെയ്തോ എന്നുള്ളതാണ് നിങ്ങൾ അനലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ബോധേഡാവുക, നോട്ട് അബൌട്ട് അതേഴ്സ്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പ്ലാൻസ് എപ്പോഴും ഹൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഈ പ്ലാൻസ് നമ്മളെപ്പോഴും ഇങ്ങനെ ഓരോ പ്ലാൻസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. കാരണം നമ്മൾ എത്തുന്നതിനേക്കാളും മുന്നേ നമ്മളവിടെ എത്തും എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് നമ്മളിൽ ചിലപ്പോൾ ഉണ്ടാകും. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം, എൻ്റെ മുന്നിലൊരു പ്ലാൻ ഉണ്ട്, എനിക്ക് പോകാനൊരു പാത്തുണ്ട്, ഒരു വഴിയുണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് അത്രയും സന്തോഷമാവും. അപ്പോൾ ആ സന്തോഷം ആരിലേക്കെങ്കിലും കൊണ്ടുപോയി ഡംപ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കും. അപ്പോൾ നമ്മുടെ ആരോടെങ്കിലുമൊക്കെ ഷെയർ ചെയ്യും. ആൻഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരിക്കലും നമ്മൾ അങ്ങനെ ഷെയർ ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ പ്ലാൻസ് എപ്പോഴും സീക്രട്ട് ആയിരിക്കണം. ആൻഡ് ഇതിനുള്ള ഒരു ട്രിക്കായിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഓരോ പ്രാവശ്യവും നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്ലാൻ അല്ലെങ്കിൽ പ്ലാനിൻ്റെ ഒരു പാർട്ട് നിങ്ങൾ മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്ലാൻ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനുള്ള ചാൻസ് 5% ആയിട്ട് കുറയും എന്നുള്ള ഒരു പെനാൾട്ടി നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ. അതായത് ഓരോ പ്രാവശ്യവും നിങ്ങൾ ആരോടെങ്കിലും ഷെയർ ചെയ്യുമ്പോൾ ആ പ്ലാൻ അച്ചീവ് ചെയ്യാനുള്ള ചാൻസ് ബൈ 5% നിങ്ങളുടെ കുറഞ്ഞിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ടൈം ആരോടെങ്കിലും പ്ലാൻ ഷെയർ ചെയ്യുമ്പോൾ ഈ പെനാൾട്ടി ഓർത്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ തോന്നില്ല. ഓരോ പ്രാവശ്യവും നമ്മൾ പ്ലാൻസ് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെയാണ് സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് നിങ്ങൾ താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. ആൻഡ് നമ്മുടെ പ്ലാനിങ്ങിൽ നമ്മളെ സഹായിക്കാൻ പറ്റിയ ആൾക്കാർ, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാരുടെ ഗൈഡൻസ് നമുക്ക് ആവശ്യം വരും. അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ വളരെ ബുദ്ധിപൂർവ്വം ആലോചിച്ച് ഇതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആൾക്കാരെ സെലക്ട് ചെയ്ത് അവരോട് ഷെയർ ചെയ്യേണ്ട പാർട്ട് മാത്രം ഷെയർ ചെയ്യുക. ഈ ഒരു മെൻറ്റാലിറ്റി ആയിരിക്കണം നമുക്കുണ്ടാവേണ്ടത്. ആൻഡ് ഈ ഒരു പ്ലാനിങ്ങിലൂടെ നമ്മൾ കൊണ്ടുപോകണം. അതും എല്ലാ കാര്യങ്ങളും അവരുമായിട്ട് ഷെയർ ചെയ്യാൻ പാടില്ല. ഷെയർ ചെയ്യേണ്ട അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യുക. ആൻഡ് അവർക്ക് നമ്മുടെ പ്ലാനിലൊരു റോൾ ഉണ്ടെങ്കിൽ മാത്രം. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഹൈഡ് യുവർ പ്രോഗ്രസ്. നിങ്ങളുടെ പ്രോഗ്രസ് നിങ്ങൾ എപ്പോഴും ഹൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? നമ്മൾ ഒരു പാത്ത് ഉണ്ടാക്കി, നമ്മുടെ ഒരു പ്ലാൻ ഉണ്ടാക്കി, നമ്മൾ അതിൽ ഓരോ സ്റ്റെപ്പും കയറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എക്സൈറ്റ്മെൻറ്റ് കൂടിക്കൊണ്ടേയിരിക്കും. നേരത്തെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ എൻ്റെ ഈ ഒരു അച്ചീവ്മെൻറ്റ് എനിക്ക് ആരോടെങ്കിലും ഒന്ന് പറയണമെന്ന് തോന്നും. ചിലപ്പോൾ സമൂഹത്തിലും ഫാമിലിയിലിടയിലും ഫ്രണ്ട്സിൻ്റെ ഇടയിലും ഒന്നും ഒരു തരത്തിലുള്ള അംഗീകാരം ലഭിച്ചിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ അവർ ചിലപ്പോൾ ചിന്തിക്കും, എൻ്റെ ഈ സക്സസ്, എൻ്റെ ഈ പ്രോഗ്രസ് പറഞ്ഞാൽ അവരെന്നെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത്. പക്ഷേ ഇങ്ങനെ ഒന്നും ചിന്തിച്ച് നമ്മൾ നമ്മുടെ പ്രോഗ്രസ് മറ്റൊരാളോട് പറയാൻ പാടില്ല. നമ്മൾ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലെത്തുന്നു അന്ന് മാത്രം റിവീൽ ചെയ്യാനുള്ളതാണിത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഡിസപ്പിയർ ചെയ്തത്. ആൻഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പ്രോഗ്രസ് ആവുന്ന ഓരോ സ്റ്റേജിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ വെച്ച് നടുക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ആ ഫൈനൽ സ്റ്റേജിൽ എത്താൻ പോകുന്ന ആ ഒരു സ്റ്റെപ്പിൽ വെച്ചിട്ടായാലും നമ്മൾ മറ്റൊരാളോട് ഷെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തിരിച്ച് സീറോയിലേക്ക് തിരിച്ചു വരും. പിന്നെ നിങ്ങൾക്ക് ഫ്രം ദ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഷെയർ ചെയ്യാതിരിക്കുക. എത്ര പ്രോഗ്രസ് ഉണ്ടായാലും എത്ര നന്നായിട്ട് നിങ്ങൾ പെർഫോം ചെയ്താലും നിങ്ങളത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കുക. നിങ്ങൾ ചിന്തിക്കുക, ആ ഫൈനൽ ഡേ എത്തിയിരിക്കും, എല്ലാവരും ഞെട്ടുന്ന ആ ഒരു ദിവസം. ഗ്രാജുവൽ പ്രോഗ്രസ് അല്ല മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യേണ്ടത്. ആ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുള്ള സൂപ്പർ ഹീറോ ആയിട്ടുള്ള നിങ്ങളെയാണ് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ കാണിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഡിസപ്പിയർ ചെയ്തത്.
അടുത്ത ഒരു വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഹൈഡ് യുവർ ടിയേഴ്സ്. നിങ്ങൾക്ക് ഈ ഒരു പ്ലാൻ അച്ചീവ് ചെയ്യുന്ന പാതയിൽ നിങ്ങൾക്ക് വിഷമങ്ങളുണ്ടാകും, നിങ്ങൾ ഒരുപാട് ഫൈറ്റ്സ് നേരിടേണ്ടി വരും, ചിലപ്പോൾ ഗിവ് അപ്പ് ചെയ്യാൻ തോന്നും. പക്ഷേ ഇതിനൊന്നും നിങ്ങൾ സപ്പോർട്ടിന് വേറൊരാളുടെ അടുത്ത് മാക്സിമം പോവാതിരിക്കുക. നിങ്ങൾ തന്നെ ഈ ജേണിയിൽ ഫൈറ്റ് ചെയ്യുക. ഇതിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ അച്ചീവ്മെൻറ്റ് ഉണ്ടാവുന്നത്? നിങ്ങൾക്കാണ്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഏറ്റവും നല്ല വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. കാരണം അത്രയും ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് വേണം, ആൻഡ് ആ ബെനിഫിറ്റ് ഉള്ളത് നിങ്ങൾക്കാണ്. അപ്പോൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുക? നിങ്ങൾക്ക് തന്നെ. അപ്പോൾ നിങ്ങളെക്കാളും വലിയ ഒരു സപ്പോർട്ടർ നിങ്ങൾക്കില്ല എന്ന് മനസ്സിലാക്കി എന്ത് പ്രതിസന്ധി വന്നാലും, എന്ത് പ്രശ്നങ്ങൾ വന്നാലും, എത്ര കരയേണ്ടി വന്നാലും പിടിച്ച് നിൽക്കുക. മറ്റാരുമായിട്ടും ഷെയർ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ സങ്കടങ്ങൾ മറ്റൊരാളായിട്ട് ഷെയർ ചെയ്തതിനെ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ഇനി നമുക്ക് നോക്കാം എങ്ങനെ ഇത് പ്ലാൻ ചെയ്യാം, എങ്ങനെ ഇത് എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. ആദ്യം ചെയ്യേണ്ടത് പിക്ക് യുവർ ടാർഗറ്റ്സ്. നിങ്ങൾ ഓരോ ദിവസവും എന്ത് ചെയ്യണം, എത്ര സമയത്ത് ചെയ്യണം, ഇങ്ങനെ കറക്റ്റായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടാവണം. ഒരു ദിവസത്തിൻ്റെ 24 മണിക്കൂറും നിങ്ങൾ പ്ലാൻഡായി വേണം പ്രവർത്തിക്കാനായിട്ട്. ആൻഡ് നിങ്ങളുടെ ഓരോ ദിവസത്തെ ടാർഗറ്റ്സും സ്പെസിഫിക് ആയിരിക്കണം. ആൻഡ് അത് നമുക്ക് എവിടെയെങ്കിലും എഴുതി കുറിച്ച് വയ്ക്കാവുന്നതാണ്. ആൻഡ് നമ്മൾ ഓരോ ടാർഗറ്റും അച്ചീവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ ട്രീറ്റ് നിങ്ങൾക്ക് തന്നെ കൊടുക്കാവുന്നതാണ്. ആൻഡ് ഈ ഒരു പ്ലാനിങ്ങിൽ നിങ്ങളുടെ പ്രോഗ്രസ് എപ്പോഴും ട്രാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ മുന്നോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ടേയിരിക്കുക. വല്ലപ്പോഴും നമ്മൾ പിന്നിലോട്ടേക്ക് പോവുകയാണെങ്കിൽ ഡബിൾ സ്ട്രെങ്ത് എടുത്ത് മുന്നിലോട്ടേക്ക് പോവുക. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ റീഅപ്പിയർ ചെയ്യാമെന്നുള്ളതാണ്. പക്ഷേ ഒരു സത്യം എന്ന് വെച്ചാൽ നമ്മൾ ഡിസപ്പിയർ ചെയ്ത് നമ്മുടെ എയിമിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് നമ്മൾ പറഞ്ഞ് മറ്റൊരാൾ അറിയേണ്ട ആവശ്യമില്ല. അതൊക്കെ ഓൾറെഡി എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. പിന്നീട് നമുക്ക് ഒരിക്കലും റീഅപ്പിയർ ചെയ്യാൻ തോന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം പിന്നീട് നമ്മുടെ ആഗ്രഹം എന്ന് വെച്ചാൽ പുതിയൊരു ഗോൾ സെറ്റ് ചെയ്ത് അവിടേക്ക് എത്തുക എന്നുള്ള ലക്ഷ്യത്തിലേക്കായിരിക്കും. ഇതേപോലെ ഡിസപ്പിയർ ചെയ്ത് തന്നെ ഇരിക്കണം, എന്നിട്ട് പുതിയ പുതിയ ലക്ഷ്യങ്ങൾ കീഴടക്കണം എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ നിങ്ങൾക്കുണ്ടാവൂ. ഇതാണ് ദ മെത്തേഡ് ഓഫ് ഡിസപ്പിയറിങ് ആൻഡ് കോൺകറിങ്. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക.